നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ദീപം ദീപം ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. പഴയ കാലത്തെ ആചാരങ്ങളിൽ പലതും വിവിധങ്ങളായ ഉദ്ദേശത്തെ മുൻനിർത്തിയുണ്ടാക്കിയതാണ്. ചിലതിനു പിന്നിൽ ശാസ്ത്രീയമായ ഘടകങ്ങളുണ്ട്. മറ്റു ചിലത് ആ കാലഘട്ടത്തിലെ സാമൂഹിക വ്യവസ്ഥയ്ക്കനുസരിച്ച് ഗുണകരമായ മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അത്തരം ഘടകങ്ങൾ കാലത്തിനനുസരിച്ച് മാറാനുള്ളവയാണ്. ഈ തിരിച്ചറിവോടെ വേണം ആചാരങ്ങളെ സമീപിക്കാൻ. പകൽ നമ്മുടെ കർമ്മങ്ങൾക്കെല്ലാം സാക്ഷി സൂര്യനാണ്. എന്നാൽ അസ്തമയവേളയിൽ സൂര്യൻ ലോക സംരക്ഷണം അഗ്നിയെ ഏൽപ്പിക്കുന്നു. അഗ്നിയെ സാക്ഷിയാക്കി നാം ചെയ്യുന്ന ആദ്യ കർമ്മമാണ് നാമജപം. കേൾക്കാം ഇന്നത്തെ സന്ധ്യാനാമം. ജഗജനനി സുഖപാണി കല്യാണി 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 ജഗജനനി ജഗജനനി. സുഖസ്വരൂപിണി മധുരവാണി സുഖസ്വരൂപിണി മധുരവാണി സുഖസ്വരൂപിണി മധുരവാണി സ്വക്കനാദർ മനോമകിഴും മീനാക്ഷി സ്വക്കനാദർ മനോമകിഴും മീനാക്ഷി സ്വക്കനാദർ മനോമകിഴും മീനാക്ഷി ജഗജനനി ജഗജനനി ജഗജനനി. പാണ്ഡ്യകുമാരി ഭവാനി അംബാസുത രഞ്ജനി പരമേശ്വരി പാണ്ഡ്യകുമാരി ഭവാനി അംബാസുത രഞ്ജനി പരമേശ്വരി സുഖസ്വരൂപിണി മധുരവാണി സുഖസ്വരൂപിണി മധുരവാണി സുഖസ്വരൂപിണി മധുരവാണി സ്വക്കനാദർ മനോമകിഴും മീനാക്ഷി സ്വക്കനാദർ മനോമകിഴും മീനാക്ഷി സ്വക്കനാദർ മനോമകിഴും മീനാക്ഷി ജഗജനനി ജഗജനനി സുഖപാണി കല്യാണി ജഗജനനി സുഖപാണി കല്യാണി ജഗജനനി 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 ജഗജനനി. മനുഷ്യന്റെ കണക്കുകൂട്ടലുകൾക്കപ്പുറത്താണ് വിധി നിയോഗങ്ങൾ. ഇതാ ഇന്നത്തെ കഥയമ്മ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം.
കഥേമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭാരതീയ സങ്കല്പത്തിൽ തന്നെ ഗുരു എന്നുള്ള ഒരു പാരമ്പര്യത്തിന് എത്ര മഹത്തരമായിട്ടുള്ള സ്ഥാനമാണ് നമ്മൾ കൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. മാതാവ് പിതാവിനെ കാണിച്ചു തരുന്നു, പിതാവ് ഗുരുവിനെ കാണിച്ചു തരുന്നു, ഗുരുവാണ് ഒരുത്തന് ഈശ്വരനെ കാണിച്ചു കൊടുക്കുന്നത്, ദൈവത്തിങ്കലേക്ക് അവനെ അടുപ്പിക്കുന്നത്. അപ്പം ഈശ്വര സാക്ഷാത്കാരം കിട്ടണം എന്നുണ്ടെങ്കിൽ മാതാവിൻ്റെയും പിതാവിൻ്റെയും സാന്നിധ്യം മാത്രം പോരാ, അതിൽ ഗുരുവിൻ്റെ സാന്നിധ്യത്തിന് അത്രയധികം പ്രാധാന്യമാണുള്ളത്. അത്തരത്തിൽ ഈ ഭാരതത്തിൻ്റെ മുഴുവൻ ഗുരുപരമ്പരയുടെ ഏറ്റവും മുകളിലെ ശ്രേണിയിൽ വർത്തിക്കുന്ന ആ വേദവ്യാസ മഹർഷിയുടെ അനുഗ്രഹം ഒന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഈ ഭാരതത്തിന് ഇത്ര കണ്ട് അഭിമാനിക്കാവുന്ന ഒരു സനാതന ഗ്രന്ഥ പാരമ്പര്യം ഉണ്ടായിട്ടുള്ളത്. നോക്കൂ, വേദങ്ങൾ തൊട്ട് ഉപനിഷത്തുകൾ തൊട്ട് പുരാണങ്ങൾ തൊട്ട് എവിടെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു കയ്യൊപ്പില്ലാത്തൊരു ഭാഗം നമുക്ക് കാണാൻ സാധിക്കുക? അങ്ങനെയുള്ള ആ വേദവ്യാസ മഹർഷിയുടെ ഒരു സാന്നിധ്യം ഈ ഭാരതഭൂമിയിൽ ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് 18 പുരാണങ്ങൾ ലഭിച്ചത്. ഒന്നായി കിടന്നിരുന്ന വേദത്തെ, വേദം എന്നുള്ള ശബ്ദത്തിന് യഥാർത്ഥത്തിലുള്ള അർത്ഥം അറിവ് എന്നാണ്. ആ അറിവ് എപ്പോഴും വികേന്ദ്രീകൃതമാവണം, അത് വിഭജിക്കപ്പെടണം. എന്നാൽ മാത്രമേ അതിനെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധാരണക്കാർക്ക് സാധിക്കുകയുള്ളൂ. അതിന് സാക്ഷാൽ ഭഗവാൻ നാരായണൻ തന്നെയാണത്രേ ഈ ദ്വാപര യുഗത്തിൽ വേദവ്യാസ മഹർഷിയായിട്ട് ജനിച്ചത്. അതുകൊണ്ട് നമ്മളെപ്പോഴും സഹസ്രനാമൊക്കെ ചൊല്ലുമ്പോൾ പറയാറുണ്ടല്ലോ, വ്യാസായ വിഷ്ണു രൂപായ വ്യാസരൂപായ വിഷ്ണവേ എന്നാണ്. വ്യാസൻ തന്നെയാണ് വിഷ്ണു, വിഷ്ണു തന്നെയാണ് വ്യാസൻ എന്നാണ്. അപ്പം അങ്ങനെയുള്ള ആ വ്യാസമഹർഷിയുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇത്ര കണ്ടൊരു മഹത്തായിട്ടുള്ള സനാതന ഗ്രന്ഥ പാരമ്പര്യം ഉള്ളത്. അത് ഭാഗവതം ആയിക്കോട്ടെ, മഹാഭാരതം ആയിക്കോട്ടെ, സ്കന്ദപുരാണം ആയിക്കോട്ടെ, ഗരുഡപുരാണം ആയിക്കോട്ടെ, അങ്ങനെ നമ്മൾ ഏതൊരു പുരാണം എടുത്താലും ഇനി ആ പുരാണങ്ങളിലൊക്കെ പറയപ്പെടുന്ന വേദതത്വമായിട്ടുള്ള വേദത്തെ നാലാക്കി വ്യസിച്ചത് കൊണ്ട് അദ്ദേഹം വ്യാസനായി എന്നാണ്. കൃഷ്ണദ്വൈപായനൻ എന്നും അദ്ദേഹത്തിന് പേരുണ്ട്. ഒന്നായി നിന്നിരുന്നൊരു അറിവിനെ 4 വിഭാഗങ്ങളാക്കി, ഋക്ക്, സാമം, യജുർ, അഥർവം, ഇങ്ങനെ 4 വിഭാഗങ്ങളിലാക്കി ഓരോന്നിലും കൃത്യമായിട്ടുള്ള അളവുകൾ നൽകി, പ്രാധാന്യം നൽകി, തൻ്റെ ശിഷ്യന്മാർക്ക് അത് ഉപദേശിച്ചു കൊടുത്ത് ഇത് ഭാരതം മുഴുവൻ പ്രചരിപ്പിക്കുക എന്ന് നിർദ്ദേശം കൊടുത്തു. ഇന്ന് അദ്ദേഹത്തിൻ്റെ കൈകളിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ള അറിവാണ് ഭാരതത്തിൻ്റെ വേദസമ്പത്തായിട്ട് നിലനിൽക്കുന്നത്. നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ള എല്ലാ ഗുരുക്കന്മാരെയും, അത് ഏറ്റവും ചെറിയ ശ്രേണി തൊട്ടിട്ട് ഇന്ന് നമ്മൾ ആധ്യാത്മികമായിട്ടുള്ളൊരു പാതയിൽ സഞ്ചരിക്കുകയാണെങ്കിൽ നമ്മുടെ പരമഗുരുവായിട്ട് നമ്മൾ കാണുന്ന ഗുരുവിൽ പോലും സാക്ഷാൽ വേദവ്യാസ മഹർഷിയെ കണ്ട് അവരെയൊക്കെ നമസ്കരിക്കാൻ നമുക്ക് സാധിക്കട്ടെ. കാരണം ഗുരുവിനെ സേവിക്കുക എന്നുള്ളത് ഈശ്വരനെ സേവിക്കുന്നതിനേക്കാൾ മഹത്തരമാണെന്നാണ് പറയുക. സാക്ഷാൽ ഭഗവാൻ നാരായണൻ കൃഷ്ണാവതാരം എടുത്ത് ഭൂമിയിൽ താമസിച്ച സമയത്ത് സാന്ദീപനി മഹർഷി എന്ന് പറയുന്ന ഒരു മഹർഷിയുടെ അടുത്താണ് ഭഗവാൻ വിദ്യ അഭ്യസിക്കാൻ വേണ്ടി പോയത്. 64 ദിവസം കൊണ്ട് ഭഗവാൻ 64 വിദ്യകളും അഭ്യസിച്ചു എന്നാണ്. അത് കഴിഞ്ഞ് സാക്ഷാൽ കൃഷ്ണൻ പോലും സാന്ദീപനി മഹർഷിയോട് ചോദിക്കുന്നുണ്ട്, അങ്ങേക്ക് ഞാൻ എന്താണ് ഗുരുദക്ഷിണയായിട്ട് തരേണ്ടതെന്ന്. അദ്ദേഹത്തിന് ഭഗവാൻ കൊടുത്ത ഗുരുദക്ഷിണ അദ്ദേഹത്തിന് മരിച്ചുപോയ മകനെ ഭഗവാൻ വീണ്ടും എടുത്തു കൊടുത്തു എന്നാണ്. അത്രയധികം സ്നേഹമായിരുന്നു ഗുരുക്കന്മാരോട്. ഇതാണ് ഭഗവാൻ പോലും കാണിച്ചു തരുന്നത്. എപ്പോഴും നമ്മൾ നമ്മുടെ ഗുരുക്കന്മാരോട് ഒരു ആദരവ് കാണിക്കുക. പ്രത്യേകിച്ച് കേരളത്തിൻ്റെയൊക്കെ സമ്പ്രദായത്തിൽ ആധ്യാത്മികമായിട്ടുള്ള ചിന്തയിൽ തിരിയുന്ന ആളുകൾ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് പറയാൻ സാധിക്കുക, വൃശ്ചിക മാസത്ത് ഭഗവാൻ സാക്ഷാൽ ശ്രീ ധർമ്മശാസ്താവിനെ നമ്മൾ കാണാൻ പോകുമ്പോൾ അവിടെ പോലും ഒരു ഗുരുസ്വാമിയുടെ സാന്നിധ്യം കൂടിയേ തീരൂ ഭഗവാനെ കാണാൻ. അപ്പോൾ നമ്മുടെ ഈശ്വരന്മാരൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഗുരുവിനെ ബഹുമാനിക്കാനാണ്, ഗുരുവിനെ ആദരിക്കാനാണ്. ഇനി ജ്യോതിഷ സംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഗുരുവിനെ ആദരിക്കുന്ന ഒരാൾക്ക് മാത്രമാണത്രേ വ്യാഴം എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ കടാക്ഷം കൂടുതലായിട്ടുണ്ടാവുള്ളൂ. കാരണം വ്യാഴത്തിൽ ചിന്തിക്കുക ബൃഹസ്പതി ആയിട്ടുള്ള ദേവഗുരുവിനെയാണ്, ഗുരുവാണ്. അദ്ദേഹത്തിൻ്റെ കടാക്ഷം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ള ഗുരുക്കന്മാരെയൊക്കെ നന്നായിട്ട് ബഹുമാനിച്ചിട്ടുണ്ടാവണം. എപ്പോഴും കാരണവന്മാരൊക്കെ പറയുന്ന പ്രസിദ്ധമായുള്ളൊരു വാക്കുണ്ടല്ലോ, ഗുരുത്വം എന്ന് പറയുന്ന ആ വാക്ക്, അതിന് വലിയ മാനങ്ങളാണുള്ളത്. അത് നമുക്ക് ഉണ്ടാവണം. അതിന് പ്രായഭേദവും ഇല്ല. ഇനിയിപ്പോൾ അങ്ങനെയും കരുതണ്ട. ഏറ്റവും ചെറിയ കുട്ടിയും നമുക്ക് ഗുരുവാണ്, ഏറ്റവും മുതിർന്ന ആളും നമുക്ക് ഗുരുവാണ്. നമുക്ക് വിദ്യ പറഞ്ഞു തന്നിട്ടുള്ളത് ആരോ, അവരുടെ പ്രായമോ കുലമോ ഒന്നും തന്നെ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. അവരിൽ ഈശ്വരനെ കാണുക, നമസ്കരിക്കുക. എങ്ങനെയാണോ സാക്ഷാൽ ശങ്കര ഭഗവത്പാദർ ഒരു സാധാരണ ചണ്ഡാളൻ്റെ വേഷത്തിൽ വന്ന് തനിക്ക് വേദം പറഞ്ഞു കൊടുത്ത സാക്ഷാൽ മഹാദേവനെ നമസ്കരിച്ചത്, അതുപോലെ
നമ്മുടെ കുട്ടികളൊക്കെ തന്നെ ഇന്ന് പഠനത്തിൽ പലതരത്തിൽ മുന്നേറുമ്പോൾ അവർക്കൊന്നും തന്നെ നേരത്തെ സൂചിപ്പിച്ച ആ ഗുരുത്വം ഇല്ലാത്ത അവസ്ഥ ഉണ്ടാവരുത്. പഠിക്കാനുള്ള ശേഷിയൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാവുമെന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഒരു ഗുരുവിൻ്റെ കൃപാകടാക്ഷത്തോടു കൂടി ആ വിദ്യ അഭ്യസിക്കുമ്പോൾ മാത്രമേ ആ വിദ്യയ്ക്ക് ശ്രേയസ്കരമായിട്ടുള്ള നിലനിൽപ്പുണ്ടാവുള്ളൂ. അതുകൊണ്ട് പ്രപഞ്ചത്തിലുള്ള മുഴുവൻ ഗുരുക്കന്മാരെയും, അതിൽ തന്നെ ഏറ്റവും വിശേഷപ്പെട്ട സ്ഥാനം അലങ്കരിക്കുന്ന ആ വേദവ്യാസ മഹർഷിയെയും സകല ലോകങ്ങളുടെയും ഗുരുനാഥനായിട്ടുള്ള സാക്ഷാൽ മഹാദേവനെയും സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് അടുത്ത ഒരു അധ്യായത്തിൽ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്തേ. ഇന്ന് തിങ്കളാഴ്ച, ശിവപ്രീതിക്ക് ഉത്തമമായ ദിവസമാണ്. ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണേതാരം പ്രണതോസ്മി സദാശിവം എന്ന മന്ത്രത്തോടുകൂടി ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. നമോ ഭൂതനാഥം നമോ ദേവദേവം നമഃ കാലകാലം നമോ ദിവ്യതേജം നമഃ കാമഭസ്മം നമഃ ശാന്തശീലം ഭജേ പാർവതി വല്ലഭം നീലകണ്ഠം ഭജേ പാർവതി വല്ലഭം നീലകണ്ഠം. നമോ ഭൂതനാഥം നമോ ദേവദേവം നമഃ. പ്രപഞ്ചത്തിലെ തന്നെ അതിശ്രേഷ്ഠമായ അതിരുദ്രഹോമങ്ങളുടെയും മഹാരുദ്രഹോമങ്ങളുടെയും മഹാചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഭാരതത്തിലെ തന്നെ ചരിത്രപ്രധാനമായ ക്ഷേത്രങ്ങളിലൊന്നാണ് പാറശാല മഹാദേവർ ക്ഷേത്രം. സദാ തീർത്ഥസിദ്ധം സദാ ഭക്തരക്ഷം സദാ ശൈവ പൂജ്യം സദാ ശുദ്ധഭസ്മം സദാ ധ്യാനയുക്തം സദാ ജ്ഞാനതൽപം ഭജേ പാർവതി വല്ലഭം നീലകണ്ഠം ഭജേ പാർവതി വല്ലഭം നീലകണ്ഠം. കേരളത്തിന്റെ തെക്കേയറ്റത്ത് തമിഴ്നാടിനോട് ചേർന്ന് നിൽക്കുന്ന ക്ഷേത്രത്തിന്റെ പ്രധാന സവിശേഷത അതിരുകളില്ലാത്ത മനോഹാരിതയാണ്. ഇവിടെ ഭഗവത് സന്നിധിയിൽ രണ്ടു സംസ്കാരങ്ങൾ ഒന്നുചേരുന്നു. ജ്ഞാനയുക്തം സദാ ജ്ഞാനതൽപം ഭജേ പാർവതി വല്ലഭം നീലകണ്ഠം ഭജേ പാർവതി വല്ലഭം നീലകണ്ഠം. കേരളത്തിന്റെ മനോഹാരിതയും തമിഴ്നാടിന്റെ കാവ്യഭംഗിയും ഒത്തുചേരുന്ന പാറശാല മഹാദേവർ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള അഗ്രഹാരങ്ങളിലെ ഭക്തജനങ്ങൾ പ്രഭാതങ്ങളിൽ ശിവനാദം കേട്ട് കോലം വരയ്ക്കുമ്പോൾ പ്രപഞ്ചനാഥന്റെ അനുഗ്രഹ സ്പർശത്തോടെ ഓരോ ദിനങ്ങളും ഈ ദേശത്ത് വിടരുകയായി. പടിഞ്ഞാറോട്ട് ദർശനമേകിയിരിക്കുന്ന അപൂർവം ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് പാറശാല മഹാദേവർ ക്ഷേത്രം. മഹാസ്ഥാനവാസം ശരീരം ഗയാനാം സദാ ചർമ്മവേഷ്ടം പിശാചം നിശോചം പശൂനാം പ്രതിഷ്ഠം ഭജേ പാർവതി വല്ലഭം നീലകണ്ഠം ഭജേ പാർവതി. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ആന്ധ്രയിലെയും നിരവധി ഭക്തജനങ്ങളുടെ തീർത്ഥാടന സങ്കേതം കൂടിയായ ഈ ക്ഷേത്രം ഈ ജന്മത്തിനും വരും ജന്മങ്ങൾക്കും പോയ ജന്മങ്ങൾക്കുമുള്ള പാപപരിഹാര തീർത്ഥാടന കേന്ദ്രം കൂടിയാകുന്നു. തിരുവിതാംകൂറിൽ മാർത്താണ്ഡവർമ്മയ്ക്ക് ശേഷം അധികാരത്തിൽ വന്ന ധർമ്മരാജാവിന്റെ കാലത്ത് പാറശാല സ്വദേശിയായ മല്ലൻ ചെമ്പകരാമൻ പിള്ളയായിരുന്നു അദ്ദേഹത്തിന്റെ ദളവ. ചെമ്പകരാമൻ പിള്ളയുടെ കാലത്താണ് പാറശാല ശ്രീ മഹാദേവർ ക്ഷേത്രം ഇന്നു കാണുന്ന രീതിയിൽ പുതുക്കി പണിഞ്ഞത് എന്ന് പറയപ്പെടുന്നു. ശാന്തിക്കാർക്ക് താമസിക്കാനായി ഗ്രാമവും രാജാവിന് തങ്ങാനായി കൊട്ടാരവും തന്ത്രിമാർക്കായി തന്ത്രിമഠവും പണി കഴിപ്പിക്കപ്പെട്ടു. കടേരുണ്ടമാലം മഹാവീരശൂരൻ കടിം വ്യാഘ്രചർമ്മം ചിതാഭസ്മലേപം. ക്ഷേത്രത്തിനാവശ്യമായ എണ്ണ, പാൽ, നെല്ല് എന്നിവയുടെ വിതരണത്തിന്
ഇതര സമുദായക്കാരെയും അമ്പലത്തിന് ചുറ്റും പാർപ്പിക്കപ്പെട്ടു. ഇവരുടെ പിന്മുറക്കാരുടെ സാന്നിധ്യം ഇപ്പോഴും അമ്പലത്തിന് ചുറ്റുമുള്ള പ്രദേശത്ത് നിലനിന്നു പോരുന്നു. ശിവവാമഭാഗം വപുതീർത്ഥകേശം സദാമ. പ്രപഞ്ചത്തിലെ അതിശ്രേഷ്ഠമായ അതിരുദ്രവും 11 മഹാരുദ്ര യജ്ഞങ്ങളും വിജയകരമായി പൂർത്തീകരിച്ച ഈ മഹാക്ഷേത്രത്തിൽ പൂർണ്ണ ചൈതന്യത്തോടും തേജസ്സോടും കൂടി ഭഗവാൻ വാണരുളുന്നു. സമസ്ത ജനതയ്ക്കും ഐശ്വര്യം ചൊരിഞ്ഞ് ശ്രീ കൈലാസനാഥൻ പാർവതി സമേതനായി പാറശാലയിൽ വാണരുളുന്നു. ഫണീനാഗകർണം സദാ ബാലചന്ദ്രം ഭജേ പാർവതി വല്ലഭം. ഐതിഹ്യം പഴമക്കാർ പറയുന്നത് ഒരു കാലത്ത് വൻ പാറക്കെട്ടുകളും പുല്ലുകളും നിറഞ്ഞ ഒരു പ്രദേശമായിരുന്നു പാറശാല. പുല്ലരിയുവാൻ വന്ന പറയർ സമുദായത്തിൽപ്പെട്ട ഒരു സ്ത്രീയുടെ അരിവാൾ പുല്ലരിയുന്നതിനിടയിൽ ഒരു കല്ലിൽ കൊള്ളുകയും ആ കല്ലിൽ നിന്ന് ചോര പൊടിയുന്നതും കാണുവാനിടയായി. പരിഭ്രാന്തയായ ആ സ്ത്രീക്ക് ശ്രീ പരമേശ്വരൻ ദർശനം നൽകിയെന്നും ഈ വിവരമറിഞ്ഞ അന്നത്തെ നാട്ടുപ്രമാണി ഇവിടെ ഒരമ്പലം പണികഴിപ്പിച്ചു എന്നുമാണ് വിശ്വാസം. അങ്ങനെ പറയർ കണ്ട ശാല പാറശാലയായെന്നും പറയപ്പെടുന്നു. ഇന്നും ക്ഷേത്ര ഉത്സവത്തിന് കൊടിയേറ്റുവാൻ വേണ്ട കൊടിയും കൊടിക്കയറും ആചാരപ്രകാരം പറയർ സമുദായക്കാർ കൊണ്ടുവരുന്നതാണ് ഉപയോഗിക്കുന്നത്. ജാതിചിന്തയും ഐത്തവും കൊടികുത്തി വാണിരുന്ന കാലത്ത് പോലും, അഥവാ ക്ഷേത്രപ്രവേശന വിളംബരത്തിനും ദശാബ്ദങ്ങൾക്ക് മുൻപ് തന്നെ എല്ലാ ഹിന്ദുക്കൾക്കും അവർണ സവർണ വ്യത്യാസമില്ലാതെ ക്ഷേത്രപ്രവേശനവും ആരാധനാ സ്വാതന്ത്ര്യവും പാറശാല ശ്രീ മഹാദേവർ ക്ഷേത്രത്തിലുണ്ടായിരുന്നു. ക്ഷേത്രത്തിന്റെ ചുറ്റമ്പലത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ നിരനിരയായി നിൽക്കുന്ന കൽത്തൂണുകൾ കാണാം. ഓരോ തൂണുകളിലും നിറഞ്ഞു നിൽക്കുന്ന ശില്പങ്ങളിൽ കാഴ്ചകൾ അലിഞ്ഞു ചേരുമ്പോൾ മരങ്ങളിലുരുമി അതുവഴി കടന്നുപോയ കാറ്റിനു പോലും ഓങ്കാരധ്വനി. അതിന്റെ ആത്മീയ വലയത്തിലകപ്പെട്ട് ശില്പചാതുര്യങ്ങൾക്കിടയിലെ ധ്യാന മണ്ഡപത്തിലിരിക്കുമ്പോൾ ഉള്ളിലും ആനന്ദത്തിന്റെ ഒരു കുളിർക്കാറ്റ് വീശുകയായി. മുദാസം സുദാസം സുകൈലാസവാസം ധരാനിർധരം സംസ്ഥിതം ഹ്യാദിദേവം അജാഹേമ കൽപദ്രുമം കൽപസേവ്യം ഭജേ പാർവതി വല്ലഭം നീലകണ്ഠം ഭജേ. ബലിക്കൽപുര കഴിഞ്ഞ് നാലമ്പലത്തിന്റെ പ്രധാന വാതിലിലെത്തുമ്പോൾ നമസ്കാര മണ്ഡപത്തിന് മുന്നിലേക്ക് വരെ നീണ്ടു നിൽക്കുന്ന നടവഴി കാണാം. ദർശന പുണ്യം നേടി മടങ്ങി വരുന്ന ഭക്തരും ദർശന സൗഭാഗ്യത്തിനായി ഭഗവാന് മുന്നിലേക്ക് പോകുന്ന ഭക്തരും ഇവിടെ സംഗമിക്കുമ്പോൾ ഓരോ മുഖങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന മൗനം പരസ്പരം സംസാരിക്കുന്നത് ഇന്ദ്രിയങ്ങൾക്കപ്പുറത്തെ ആത്മാനന്ദത്തെക്കുറിച്ച് തന്നെയാണ്. ശ്രീകോവിലിന് മുന്നിലെ നമസ്കാര മണ്ഡപത്തിൽ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് നന്ദികേശൻ ഇരിപ്പുണ്ട്. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി വളരെ വലിയൊരു നന്ദികേശ രൂപമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ശിവം വേദശാസ്ത്രം അഹോ ദീനവത്സം കൃപാലം ശിവം ഹി ഭജേ പാർവതി വല്ലഭം നീലകണ്ഠം ഭജേ പാർവതി. ശ്രീകോവിലിനോട് ചേർന്ന് ഒരൊറ്റക്കൽ മണ്ഡപം നിൽക്കുന്നു. നൂറ്റാണ്ടുകൾക്കപ്പുറത്തെ ഈ നിർമ്മാണ വൈഭവം ആധുനികമായ എല്ലാ നിർമ്മാണ രീതികൾക്കും ഒരത്ഭുതമായി മാറുമ്പോൾ അന്നത്തെ ദേവസ്പർശമുള്ള ശില്പികളെ നാം അറിയാതെ നമിച്ചു പോകുന്നു. ക്ഷേത്രത്തിനുള്ളിലെ സ്വയംഭൂവായ ശിവലിംഗ ദർശനം ആത്മസായുജ്യമേകുമ്പോൾ ഇഹത്തിലേക്കും പരത്തിലേക്കുമുള്ള മോക്ഷമാർഗം മുന്നിൽ തെളിയുകയായി. മനസ്സിനും ശരീരത്തിനും ബുദ്ധിക്കും അതീതമായ ആത്മാനന്ദത്തിന്റെ നിർവൃതിയിൽ അലിഞ്ഞു നിൽക്കുമ്പോൾ ശ്രീകോവിലിന് ചുറ്റും ഒരു കുളിർക്കാറ്റ് വീശുകയായി. മോക്ഷദം തസ്മാദോംകാരായ നമോ നമഃ. ഓംകാരബിന്ദു സംയുക്തം നിത്യം ധ്യായന്തി യോഗിനഃ. കാമദം മോക്ഷദം തസ്മാദോംകാരായ നമഃ. ഉയരമുള്ള ചതുരശ്രീ കോവിൽ ദേവശില്പങ്ങളാൽ സമ്പന്നമാകും.
ക്ഷേത്രത്തിന്റെ ഓരോ കോണുകളിലും ഓ തമിഴ് ശില്പചാതുരിയുടെ സംഗമോത്സവങ്ങളാണ്. നമന്തി മുനയ സർവേ നമന്ത്യപ്സരസാം ഗണാഃ നരാണാമാദിദേവാനാം നകാരായ നമോ നമഃ നകാരായ നമോ നമഃ. ഭഗവാന്റെ കൈകളിലും കാലുകളിലും സ്പർശിച്ച് തളകളുടെയും വളകളുടെയും നാദമറിഞ്ഞ് തൊഴുത് വലം വച്ച് ശ്രീകോവിലിനുള്ളിലെ പരബ്രഹ്മ സന്നിധിയിലെത്തി സ്വന്തം ആത്മാവിനെ സമർപ്പിക്കുക എന്നത് തന്നെയാണ് ഓരോ ഭക്തനും പിന്തുടരുന്നത്. നകാരായ ക്ഷേത്രമുറ്റത്ത് നെല്ലിമരച്ചുവട്ടിൽ വിഷ്ണു സങ്കല്പത്തെ വച്ച് ആരാധിച്ച് നിത്യപൂജകൾ നടത്തുന്നു. ത്വം മഹാദേവ പ്രിയം ജ്ഞാനപ്രദം പരം മഹാപാപഹരം തസ്മാത് മകാരായ നമഃ. ഭഗവാനോടൊപ്പം ക്ഷേത്രാങ്കണത്തിൽ ഗണപതി ഭഗവാനും നാഗരാജാവും നാഗകന്യകയുമുണ്ട്. മം ഉഗ്രമൂർത്തിയായ കളപ്പുരയക്ഷി മറ്റൊരു ഉപദൈവമായി വാണരുളുന്നു. ജ്ഞാനപ്രദം പരം പാറശാല മഹാദേവന് മുന്നിൽ സൂര്യൻ അസ്തമിക്കുമ്പോൾ ക്ഷേത്രവിളക്കുകൾ തെളിഞ്ഞു തുടങ്ങി. മകാരായ പാറശാല മഹാദേവ ക്ഷേത്ര സന്നിധിയിലെ ഏറ്റവും സവിശേഷമായ പൂജകളിലൊന്നാണ് പ്രദോഷ പൂജ. ആദി കൈലാസത്തിൽ ഭഗവാൻ പ്രദോഷ നൃത്തത്തിനൊരുങ്ങുമ്പോൾ വിളക്കുകൾ തെളിയുന്നതുപോലെ ക്ഷേത്രത്തിന്റെ ചുറ്റുവിളക്കുകളുടെ ദീപപ്രകാശത്തിൽ ആത്മാവിൽ ആദി കൈലാസം തെളിഞ്ഞു വരുന്നു. നകാരായ നമോ നമഃ. ഓ ശിം ശിവം ശാന്തം ശിവാകാരം ശിവാനുഗ്രഹകാരണം മഹാപാപഹരം തസ്മാ ശികാരായ നമോ നമഃ ശികാരായ നമോ നമഃ. വൻസൗധങ്ങൾ പടുത്തുയർത്തുമ്പോൾ അതനുസരിച്ച് അസ്ഥിവാരം താഴ്ത്താറുണ്ട്. അതായത് ഭംഗിയറിയാൻ മുകൾ ഭാഗം മാത്രം മതി. എന്നാൽ അതിൻ്റെ കരുത്തറിയാൻ അത് താഴേക്ക് എത്രത്തോളം വ്യാപിച്ചു കിടക്കുന്നു എന്നറിയണം. ഭംഗി വാക്കുകൾ കേട്ട് ഭ്രമിക്കുന്നതിന് മുൻപ് അതിലടങ്ങിയിരിക്കുന്ന ആത്മാർത്ഥത എത്രയുണ്ടെന്ന് മനസ്സിലാക്കണം. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നന്ദി.